BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ്, ഈ IS റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ തുടർക്കഥയാവുകയാണ്. അങ്ങേക്കറിയാമല്ലോ, ആദ്യഘട്ടത്തിൽ ജനം TV ആണ് ഈ IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ 2015 കൊടുക്കുന്നത്. ആ കാലയളവിൽ IS റിക്രൂട്ട്മെന്റ് സംബന്ധിച്ചുള്ള വാർത്തകൾ എന്നത് കേവലം കാൽപ്പനികമായ ഒന്നാണ് എന്നാണ് ഇവിടുത്തെ മറ്റു മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ കാലഘട്ടങ്ങളിൽ വിമർശിച്ചിരുന്നത്. ഇപ്പോൾ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ ഒരു 16-കാരനെ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യുവാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് അമ്മയും അമ്മയുടെ ആൺസുഹൃത്തും ചേർത്താണ്. ഇപ്പോൾ ഇവരെ കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നുവെന്ന വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ശ്രീ ഷോൺ ജോർജ്? 2016 മുതൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന കാലഘട്ടം മുതൽ അവിടെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിജിയുടെ അധികാരം വന്നതിന് ശേഷം ഓൾ ഇന്ത്യ തലത്തിൽ പൊളിറ്റിക്കൽ സേഫ് ആയിട്ടൊരു സ്ഥലം ഇത്തരം സംഘടനകൾ ശ്രദ്ധിച്ചതിന്റെ ബലമാണ് കേരളത്തിൽ അവർ തെരഞ്ഞെടുത്തത്. കാരണം സ്വാഭാവികമായിട്ടും കേരളത്തിൽ BJP അധികാരത്തിലില്ല, കേന്ദ്ര സർക്കാരിനെ ശക്തമായി എതിർത്ത് നിൽക്കുന്നു. മാത്രമല്ല, ഇവിടുത്തെ ഇത്തരം ശക്തികളെ SDP-യും അതുപോലെ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമി PFI സഖ്യത്തെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് പാർട്ടികളാണ് ഭരണത്തിലും പ്രതിപക്ഷത്തിലും കേരളത്തിലിരിക്കുന്നത്. ഈ രണ്ട് പാർട്ടികൾ ഭരണത്തിലും പ്രതിപക്ഷത്തിലും ഇരിക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തെ തീവ്രവാദ സംഘടനകളുടെ ഹബ്ബായി അവരുടെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് ആയിട്ട് തെരഞ്ഞെടുത്തു. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്ന ഒരു സ്ഥലമായി കേരളം മാറിയിരിക്കുന്നത്. കാരണം അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഇവിടുത്തെ ഭരണ പ്രതിപക്ഷങ്ങൾ തയ്യാറല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ജനം TV അല്ലാതെ വേറെ ആര് പറയും? വേറെ ആർക്കും ഇത് പറയാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുഴുവൻ പരസ്യം നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് അവരുടെ വരുമാനത്തിന്റെ 70% പണത്തിന്റെ സ്രോതസ് ഇത്തരം സംഘടനകളുടെ പിടിയിലായിരിക്കുന്നു. നിരവധി സംഭവങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കോതമംഗലത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. 1 മണി എന്ന സമയത്ത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ എല്ലാം ഫ്ലാഷ് ന്യൂസിൽ നിന്ന് ഒറ്റ സെക്കൻഡിലാണ് ആ വാർത്ത അപ്രത്യക്ഷമായത്. ഇതിനെതിരെ സംസാരിക്കുന്നത് ഞങ്ങളൊന്നും ഒരിക്കലും മുസ്ലിം വിരുദ്ധരല്ല. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഞങ്ങൾ ആരും മുസ്ലിം വിരുദ്ധരല്ല. പക്ഷേ ഇത്തരം സംഘടനകൾക്കെതിരെ രാജ്യസ്നേഹികളായ വ്യക്തികൾ, BJP മാത്രമല്ല, രാജ്യസ്നേഹികളായ ആരും ഇത്തരം സംഘടനകൾക്കെതിരെ സംസാരിക്കുമ്പോൾ അവരെ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കുന്നു. ഞാനൊക്കെ ഇപ്പൊ അറിയപ്പെടുന്ന കേരളത്തിലെ മുസ്ലിം വിരുദ്ധനാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ എല്ലാ സുഹൃത്തുക്കളും, ഞാൻ ജീവിക്കുന്ന ഈരാറ്റുപേട്ടയിലാണ്, എന്റെ സുഹൃത്തുക്കൾ മുഴുവൻ മുസ്ലിങ്ങളാണ്. പക്ഷെ നമ്മളെ മുസ്ലിം വിരുദ്ധരായിട്ട് ചിത്രീകരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഇത്തരം സംഘടനകൾക്കെതിരെ പറയുന്നവർക്കെതിരെ വലിയ ക്യാമ്പയിനാണ് CPM-ഉം കോൺഗ്രസും അഴിച്ചുവിടുന്നത്. അത് വലിയ രീതിയിൽ ഈ സംഘടനകൾക്ക് ഇവിടെ വളക്കൂറായി മാറുകയാണ്. നിങ്ങൾക്കറിയാം, ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞു. വലിയ പോപ്പുലേഷൻ, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വലിയ പോപ്പുലേഷനുള്ള 33 മണ്ഡലങ്ങളിൽ 27 BJP-യാണ് ജയിച്ചത്. അവിടെ ഒന്നും പ്രശ്നമില്ല. പക്ഷെ കേരളത്തിൽ നരേന്ദ്രമോദി ഭരണത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വർഗീയ കൺസോൾട്ടേഷൻ ഇവർ സൃഷ്ടിക്കുകയാണ്. അതിന് കോൺഗ്രസും CPM-ഉം കൂട്ടുനിൽക്കുന്നു. ഇവിടെ ഇതിനെതിരെ പ്രതികരിക്കാൻ ആളില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ആ ജോലി നിങ്ങൾ മാത്രം ചെയ്യുന്നതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. പക്ഷേ വളരെ അപകടകരമായ സ്ഥിതി. ചെറുതും വലുതല്ല. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ATM-ൽ നിന്നും പണം കളക്ട് ചെയ്യുകയാണ് ഈ സംഘടനകൾ. ATM-ൽ നിന്നും CDM-ൽ പണം നിക്ഷേപിക്കാൻ വരുന്ന വ്യക്തികളെ ഇന്ന് ഗൂഗിൾ പേയിൽ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് കാശ് കയ്യിലേക്ക് വാങ്ങിക്കാൻ. ഇത് എന്തിനാണ് വാങ്ങിക്കുന്നത്? ഞാൻ DGP-ക്ക് പരാതി കൊടുത്തു. അന്വേഷണം നടക്കുന്നുണ്ട്. ഇവിടെ ഈ കഴിഞ്ഞ അടുത്ത നാളുകളിൽ സംഭവിച്ചിട്ടുള്ള സെയിന്റ് സ്കൂളിലെ ഇഷ്യൂ ഉൾപ്പെടെ, താമരശ്ശേരി പിതാവിന് വന്ന ഭീഷണി കത്ത് ഉൾപ്പെടെ, അവിടെ ഫ്രഷ് കട്ടിൽ നടന്ന ആക്രമണങ്ങൾ ഉൾപ്പെടെ, അത് കളമശ്ശേരിയിൽ നടന്ന ആക്രമണം ഉൾപ്പെടെ, കന്യാസ്ത്രീ മഠത്തിന് നേരെ നടന്ന ആക്രമണം ഉൾപ്പെടെ, എല്ലാത്തിനും പുറകിൽ ഈ സംഘടനകളാണ്. പക്ഷെ ഇതൊന്നും പറയാൻ, അവരുടെ പേരുച്ചരിക്കാൻ, ആ സെന്റ് സ്കൂളിൽ SDP ഉണ്ടാക്കിയ പ്രശ്നമാണെന്ന് ആ പേരുച്ചരിക്കാൻ കോൺഗ്രസിന്റെയും CPM-നും കഴിയുന്നില്ല. എന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് വോട്ട് മേടിക്കാൻ വേണ്ടി ഇവർ കാണിക്കുന്ന എല്ലാ തോന്നിവാസത്തിനും ഇത് നിന്നുകൊടുക്കാൻ ഈ രാജ്യവിരുദ്ധ ശക്തികളെ പാലൂട്ടി വളർത്തുന്ന ഇവരുടെ കൈക്ക് കടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. പക്ഷെ അവർക്കത് അന്ന് അത് തിരിച്ചറിഞ്ഞാൽ പോലും അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പോവും. അവർ ചെയ്യുന്നത് രാജ്യവിരുദ്ധതയാണ്, രാജ്യദ്രോഹമാണെന്ന് ഇവിടുത്തെ കോൺഗ്രസും CPM-നും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം. കാരണം രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മളൊക്കെ ഒരുമിക്കുന്ന ഒരു ഫാക്ടറുണ്ട്. അത് രാജ്യമെന്ന കൺസെപ്റ്റാണ്, രാജ്യമെന്ന ഫാക്ടറാണ്, ഭാരതമെന്ന ചിന്തയാണ്. ആ ചിന്തയ്ക്ക് പോലും ഇവിടെ അത് തുറന്നു പറയാനും അതിനുവേണ്ടി സംസാരിക്കാൻ പോലും കേരളത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട സാഹചര്യം. കാരണം നമ്മളെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കും. ഇത് വലിയ അപകടത്തിലേക്കാണ് കേരളം പോകുന്നത്. ഈ കുട്ടിയുടെ കാര്യം ഞാൻ ഇന്നലെ ഏതോ വാർത്തകളിലാണ് ഞാൻ അറിഞ്ഞത്. ഇത് വളരെ ഗൗരവമാണ്. ഈ മാതാവിന്റെ
ആൺ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തി, ഈ ചെറുപ്പക്കാരൻ മുസ്ലിം അല്ല, ഈ കുട്ടി 16 വയസ്സുള്ള കുട്ടി ഒരിക്കലും മുസ്ലിം അല്ല. ആ കുട്ടിയെ മദ്രസയിൽ കൊണ്ടുപോയി, ആ മദ്രസയിൽ, അതും പറയണമല്ലോ, ആ മദ്രസയിലുള്ള ആളുകൾക്ക് ഇന്നത്തെ എന്തോ പെശക് തോന്നി അവരാണ് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്യാൻ നൽകുന്നത്. ആ മദ്രസയിൽ രാജസ്നേഹിയായ ഏതോ ഉസ്താദ് ഉണ്ടായിരുന്നു, അവരാണ് ഇവരുടെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്കറിയാൻ പറഞ്ഞത്. അവർ എല്ലാവരും തീവ്രവാദി എന്ന് വിളിക്കുന്നവരല്ല. അവിടെ ഇവരുടെ ഉദ്ദേശം ശരിയല്ലെന്ന് മനസ്സിലാക്കിയ ഏതോ ഒരു ഉസ്താദ് തന്നെയാണ് ഈ വിഷയം പുറത്തുവിട്ടതും NIA ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതുകൊണ്ട് അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വളരെ ഗൗരവമായി കേരളത്തിലെമ്പാടും ഇത് നടക്കുന്നുണ്ട്, കേരളത്തിലെമ്പാടും. എന്നാൽ ഇവിടെ ലവ് ജിഹാദ് ഇല്ല, IS റിക്രൂട്ട്മെന്റ് ഇല്ല. ഇതൊന്നും ഉണ്ടെന്ന് അംഗീകരിക്കാൻ ഏതെങ്കിലും സമയത്ത് CPM മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ? റിട്ടയർ ചെയ്ത്, നിങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, റിട്ടയർ ചെയ്യുന്ന മുഴുവൻ DGPമാരും പുറത്തു വന്ന് ആദ്യം പറയുന്നത് കേരളം അപകടത്തിലേക്കാണ്. എന്തുകൊണ്ടാ? അവർക്ക് ആ പദവിയിൽ ഇരിക്കുമ്പോൾ അത് പറയാൻ കഴിയാത്ത രീതിയിൽ സർക്കാരിൽ നിന്നും സമ്മർദ്ദമുണ്ട്. ഇവർ പുറത്തു വരുമ്പോൾ ഇവരൊക്കെ BJPയിലേക്ക് വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ BJP അല്ലാതെ ഒരു ഇടമില്ല എന്ന് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഇത്തരം വിഷയത്തെ കേരള സമൂഹം, ഇവിടുത്തെ എല്ലാ ജാതി മത ചിന്തകളും മാറ്റി വെച്ചുകൊണ്ട് മുസ്ലിം സമുദായം മുന്നിട്ടിറങ്ങി തന്നെ ഇത്തരം പ്രവണതകൾ സമുദായത്തിന് ഗുണകരമല്ല എന്ന് തുറന്നു പറയാൻ മുസ്ലിം സമുദായം തയ്യാറായില്ലെങ്കിൽ എല്ലാവരും പ്രതിഘാട്ടിലാകുന്ന സാഹചര്യത്തിലേക്കാണ് കേരളം പോകുന്നത്. വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കേരളത്തിലെ സാഹചര്യം വളരെ അപകടകരമാം നിലം മുന്നോട്ട് പോകുന്നു എന്നാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 2015 മുതൽ തുടർച്ചയായി IS റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നടക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ധാരാളം IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ IS റിക്രൂട്ട്മെന്റും ലവ് ജിഹാദും ഒന്നും ഇല്ല എന്ന നിലപാടാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPMനാണെങ്കിലും മുഖ്യപ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിനും ഉള്ളത് എന്നാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത്.